നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, പള്ളുരുത്തി കേന്ദ്രീകരിച്ച് എടക്കൊച്ചി കേന്ദ്രീകരിച്ച് SN ട്രേഡേഴ്സ് ട്രേഡിംഗ് എന്ന് പറയുന്ന സ്ഥാപനം കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി അതിലെ ഉടമകളായ രണ്ടുപേർ മുങ്ങിയിരിക്കുന്നു. ഒന്ന് സന്ധ്യമോൾ എന്ന് പറയുന്ന ലേഡിയും അതേപോലെ തന്നെ നിയാസ് എന്ന് പറയുന്ന മറ്റൊരാൾ. ഇവരുടെ പേര് SN എന്നുള്ള പേര് തന്നെ സന്ധ്യ ആൻഡ് നിയാസ് എന്നാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. സന്ധ്യമോളാണ് മാനേജിംഗ് പാർട്ണർ, അതേപോലെ നിയാസ് ആണ് പാർട്ണർ. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ SN ട്രേഡിങ്ങിലൂടെ പണം ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിൽ പല പദ്ധതികൾ ആവിഷ്കരിക്കുകയും ട്രേഡിങ്ങിലൂടെ എത്ര പണം നിക്ഷേപിച്ചാലും അതിന്റെ 10% മാസത്തിൽ ലാഭം കിട്ടും. അതായത് 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസത്തിൽ 10,000 രൂപ കിട്ടും. അങ്ങനെ 10 മാസം കൂടി ഈ പൈസ മുഴുവൻ കിട്ടും എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇവർ മുന്നിൽ വെച്ചത്. ഇവർ ആദ്യം പ്രയോഗിച്ചത് ബന്ധുക്കളായ ആളുകളുടെ വീട്ടിലാണ്. ബന്ധുക്കളായ ആളുകളെ വിശ്വസിപ്പിക്കാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും 1 ലക്ഷം നിക്ഷേപിച്ചപ്പോൾ അവർക്ക് 10,000 രൂപ ആദ്യ മാസം കിട്ടിയപ്പോൾ ഇത് വലിയ കാര്യമാണ്, പല ബാങ്കുകളിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഡിപ്പോസിറ്റുകളെ പിൻവലിച്ച് പലരും അതിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 100ഓളം പേരിൽ നിന്നും ഏകദേശം 5 കോടി രൂപയിൽ മേലെയാണ് സന്ധ്യമോളും നിയാസും കൂടെ തട്ടിയെടുത്തത്. അത് തട്ടിയെടുത്ത ശേഷം പിന്നീട് എന്തായി, അവർക്ക് കിട്ടേണ്ട പൈസ ആയി എന്ന് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും മുങ്ങി എന്നുള്ളതാണ് സത്യം. ഇവർ രണ്ടുപേരും എങ്ങോട്ട് മുങ്ങി, എവിടെയാണ് ആരുടെ താവളത്തിലാണ് അവർ താമസിക്കുന്നത് എന്നതിനെ കുറിച്ച് പല ദുരൂഹതകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ബന്ധപ്പെട്ട ചില ആളുകൾ പറയുന്നത് CPM-ന്റെ MLA ആയിരുന്ന മാക്സി, അതായത് അദ്ദേഹമാണ് കൊച്ചി MLA ആയിരുന്ന മാക്സിയാണ് ഇവരെ സംരക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എവിടെയോ രഹസ്യ സങ്കേതത്തിൽ ആണ് സംരക്ഷിച്ചിരിക്കുന്നത് എന്നാണ്. കഴിഞ്ഞ മന്ത്രിസഭാ കാലത്താണ് ഇവർ ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാത്തപ്പോൾ അത് തൊടാതെ പോലീസ് സംരക്ഷിക്കുകയായിരുന്നു. അതായത് പോലീസിന് കൈകെട്ടിയിട്ടാണ് അവർക്ക് നടപടി എടുക്കണമെന്നുണ്ട്. ആ നടപടി എടുക്കുന്നുണ്ട്. പക്ഷെ പരാതി കൊടുത്തെങ്കിലും നിരവധി ആളുകൾ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്ത ആളുകൾക്ക് ഒന്നും തന്നെ കൃത്യമായി ഒരു സമീപനമായിരുന്നില്ല പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. കാരണം അവിടെ പോലീസ് സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റമല്ല എന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതിന്. കാരണം മാക്സി MLA-യുടെ കൃത്യമായ ഇടപെടലാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ഇടപെടലാണ്. കൃത്യമായി പറഞ്ഞാൽ എല്ലാ തരത്തിലും ഈ പറയുന്ന സന്ധ്യമോളെയും അതേപോലെ ആരെയും സംരക്ഷിച്ചത്, നിയാസിനെയും സംരക്ഷിച്ചത്. ഒരു ഘട്ടമെത്തിയപ്പോൾ ഈ രണ്ടുപേരും തമ്മിൽ തെറ്റി, നിയാസും സന്ധ്യമോളും തമ്മിൽ തല്ലി. അങ്ങനെ നിയാസിനെ ഒഴിവാക്കി സന്ധ്യമോൾ പിന്നീട് ഇവരുടെ ഫണ്ട് പലരുടെയും കളക്ട് ചെയ്ത് വീണ്ടും ബിസിനസ്സാണ്. പിന്നെ പല ആളുകളും ഇത്രയും പൈസ മടക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ സന്ധ്യമോൾ വളരെ വിദഗ്ധമായി സന്ധ്യമോളെയും അതേ നിയാസിനെയും പറയുന്ന MLA മാക്സി മാറ്റി എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് മാക്സിയാണ്, ഞാനല്ല. എനിക്ക് ഇത്തരം ആളുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ പുറത്തുവിടുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു തട്ടിപ്പാണ് പള്ളുരുത്തി കേന്ദ്രീകരിച്ച് എടക്കൊച്ചി കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന SN ട്രേഡിംഗ് എന്ന് പറയുന്ന സ്ഥാപനം അവിടെയാണ് പ്രവർത്തിച്ചത്. ഇതിനെക്കുറിച്ച് പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ CA സരീനുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് നിർബന്ധമായിട്ടും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഞാൻ നടപടിയെടുക്കുന്നതാണ്. അദ്ദേഹവുമായി സംസാരിച്ച സംഭാഷണം ഞാൻ പുറത്തുവിടുകയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. അതെ, പള്ളുരുത്തി SS അല്ലേ? അതെ അതെ അതെ, ക്രൈം നന്ദകുമാറാണ്. ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവിടെ SN ട്രേഡേഴ്സിന്റെ പേരിൽ പരാതികൾ കിട്ടിയിട്ടുണ്ടോ? കേസുണ്ട്. എത്ര FIR ഇട്ട് കഴിഞ്ഞു? അതിന്ന് നോക്കേണ്ടി വരും. കറക്റ്റ് ഇതാക്കാൻ പറ്റില്ല. നമ്മള് 4-5 പേർ കൂടിയിട്ടൊക്കെ FIR രജിസ്റ്റർ ചെയ്യണത്. അപ്പൊ നോക്കണത് എണ്ണക്ക് പോയി കണ്ടു പറയാൻ കിട്ടില്ല. ഇപ്പം ചീറ്റിങ്ങിനല്ലേ കേസ് ഉണ്ടാവുക? ചീറ്റിങ്ങിന് FIR. അവരിങ്ങനെ കുറെ പൈസ മേടിച്ചിട്ട് പിന്നെ ആൾക്കാർക്ക്, അതായത് ടയർ ഇടാന്നൊക്കെ പറഞ്ഞ് പൈസ മേടിച്ചിട്ട് അവര് മുങ്ങിപ്പോയിരിക്കപ്പോ പ്രതികളെ കിട്ടിയോ? അറസ്റ്റ് ചെയ്തോ? കിട്ടിയിട്ടില്ല. അവരൊന്നും അന്വേഷിച്ചത് കുറവാണ് അന്വേഷിച്ച് നടക്കുന്നത്. ഒരു ലേഡിയാണത്, മെയിൻ ലേഡി കൊച്ചിയിലുള്ളത്.
സന്ധ്യാമോൾ അല്ലേ? അങ്ങനെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതന്നെയാണ് എസ്ഐമാരിരിക്കുന്ന കേസാ. ഇൻഫോർമേഷൻ ഉണ്ടോ? എവിടെയുള്ളതെന്ന് ഇൻഫോർമേഷൻ ഉണ്ടോ? എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എല്ലാം കൂടെ എത്ര കോടി തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും? അത് കോടി നമ്മുടെ കയ്യിലുള്ളത് കോടികളായിട്ടുള്ളതുണ്ട്. അത് നോക്കണം. അത് മൊത്തം നമുക്കതിന് ഇത് അവര് നമ്മുടെ ഇതിൽ കുറെ ആൾക്കാരെ മേടിച്ചിട്ടുണ്ടെന്നുണ്ട്. അപ്പൊ അവിടെ എല്ലായിടത്തും എഫ്ഐആർ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നതിന് നമ്മള് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യണം. 4-5 പേര് കൂടിയിട്ട് നമ്മൾ ഒരു എഫ്ഐആർ വെച്ച് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വന്നെങ്കിൽ ഇനി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. ഓരോ സെപ്പറേറ്റ് എഫ്ഐആർ അല്ലേ വരിക ഒരാളെ പരാതിയിൽ? അല്ലെങ്കിൽ എഫ്ഐആർ വേണമെന്നില്ല. ഇപ്പൊ ഹൈക്കോടതി എന്തോ ഒരു ഇതുണ്ട്, സെപ്പറേറ്റ് എഫ്ഐആർ വേണമെന്നില്ല. ഓക്കെ 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 താങ്ക് യു. ഇനി വരികയാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന്റെ കയ്യിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഞങ്ങൾ ഈ സ്റ്റോറി ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. ശരി ശരി. ഞങ്ങളത് ഇഷ്യൂ ഏറ്റെടുക്കുന്നുണ്ട്. അതാ അപ്പം അങ്ങയുടെ ഭാഗത്ത് വേണ്ട സഹായം ചെയ്ത് തരണേ. അപ്പൊ ഞാൻ സഹായിക്കാം. വല്ലവരും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിട്ടോ, നമുക്ക് എഫ്ഐആർ എടുക്കാം. ശരി ശരി ശരി. അവളെ പിടിക്കും ചെയ്യാം. ശരി. അതിനെ നേരിട്ട് വിളിച്ചാൽ മതി. ശരി ശരി. ഓക്കെ ഓക്കെ. കേട്ടല്ലോ. ഈ സംഭാഷണത്തിന് ശേഷം ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഇതിനൊക്കെ കാരണം ലിജി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആണ്. അതേപോലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. അവരുടെ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിനൊരു തുമ്പുണ്ടാക്കിയിരിക്കുന്നത്. ക്രൈമിനടുത്ത് എത്താൻ കാരണവും അവരാണ്. അവർ കൃത്യസമയത്ത് ഇടപെടുകയും എന്റെ അടുത്ത് ഈ കാര്യങ്ങൾ അറിയിക്കുകയും അതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ആദ്യത്തെ എഫ്ഐആറിന്റെ കോപ്പിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 2 എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അതായത് ധാരാളം ആളുകൾ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോ 722/2026 എന്ന 2/8/2026 ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അതിൽ വകുപ്പുകൾ 318-4, 3-5, അതായത് ചീറ്റിംഗ് ആണ്, ബഡ്സ് ആക്ട് ഉണ്ട്. ഇതിൽ തീർച്ചയായിട്ടും വലിയ ശക്തമായ രൂപത്തിലുള്ള നടപടി എടുക്കാവുന്ന ഒരു കേസാണിത്. ബഡ്സ് ആക്ട് ഉണ്ട്, ചീറ്റിംഗ് ഉണ്ട്, കോൺസ്പിറസി ഉണ്ട്. എല്ലാ വകുപ്പുകളും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പം അത് പൂർണ്ണമായി വരേണ്ടതാണ്. സിജോ വർഗീസ് ആണ് ഇതിന് പരാതിക്കാരനായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനും ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിലെ പരാതി പറയുന്നത്, ഇതില് പ്രതികളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രതികളായ ആളുകൾ പരാതിക്കാരെ സിജോ വർഗീസ് ആണ് എങ്കിൽ പ്രതികൾ അല്ല, ഇതില് പരാതിക്കാരായിട്ട് ഒരാൾ മാത്രമല്ല, സിജോ വർഗീസ്, ആൻസി സിജോ, 31 വയസ്സുള്ള ആൻസി സിജോ, അതേപോലെ റോബിൻ മാത്യു, നവ്യ, അലക്സ്, ജോസ് ഫെർണാണ്ടസ്, സ്നേഹ മേരി, ഷിബു കെയർ, ഹംന, സഫ, നിസാം, ഇവരുടെ 11 പേരുടെ പരാതി പ്രകാരമാണ് ഇപ്പോൾ പരാതിയില് ആദ്യ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. സന്ധ്യാമോൾ, അവരുടെ SN ട്രേഡിംഗ് മാനേജിംഗ് പാർട്ണർ, എടക്കൊച്ചി, എറണാകുളം സിറ്റി, കേരള. SN ട്രേഡിംഗ് മാനേജിംഗ് പാർട്ണർ, എടക്കൊച്ചി, അതാണ് അഡ്രസ് സന്ധ്യാമോളുടെ. നിയാസ് നൌഷാദിന്റെ, അതായത് 2ാമത്തെ പ്രതി, അതേ പാർട്ണറാണ് അദ്ദേഹം. അപ്പൊ ഇതില് ആരോപണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. അതിലെ പറയുന്ന ആരോപണം, പ്രതികൾക്ക് ആവലാതിക്കാരനെയും മറ്റും ചതി ചെയ്ത് പണം സമ്പാദിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിലൂടെ മാസം തോറും ഉയർന്ന ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 22/1/2024 11/5/2025 വരെയുള്ള കാലയളവിൽ ആവലാതിക്കാരന്റെ പക്കൽ നിന്നും പല തവണകളായി ബാങ്ക് അക്കൗണ്ട് വഴിയും ഗൂഗിൾ പേ വഴിയും ഡിമാറ്റ് അക്കൗണ്ട് വഴിയും 11,30,000 രൂപ വാങ്ങിയ ശേഷം വാഗ്ദാനം ചെയ്ത തുകയോ ലാഭമോ നൽകാതെയും പല തവണ ആവശ്യപ്പെട്ടിട്ടും വാങ്ങിയ പണവും തിരികെ നൽകാതെയും ആവലാതിക്കാരനും മറ്റും അന്യായ നഷ്ടവും പ്രതിക്ക് അന്യായ ലാഭവും ഉണ്ടാക്കാൻ ഇടയാക്കിയ സംഭവം എന്നുള്ളതിനാണ് കേസെടുത്തിരിക്കുന്നത്. ആക്ച്വലി എന്റെ അടുത്ത് വന്നിരിക്കുന്നത് ഏകദേശം 5 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഏകദേശം 100 പേരുടെ വിവരങ്ങളാണ്. അതിൽ 1,33,00,000 അടുത്തുള്ള 11ഓളം പേരുടെ പരാതി പ്രകാരം തന്നെ 20ഉം 10ഉം 20ഉം ഒക്കെ ആയിട്ട് ലക്ഷമായിട്ട് അവരുടെ ബന്ധുക്കളായ ആളുകളുടെ അടക്കം പൈസ തട്ടിയിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. ഇതിനൊക്കെ കൂട്ടുന്നെടുക്കുന്നത് ആരാണ്?
ഒരു MLA ആണ്, CPM-ന്റെ ആൾക്കാരാണ് ഇവരെ രക്ഷപ്പെടുത്തി എല്ലാ കാര്യങ്ങൾക്കും ചെയ്തത്. പിണറായി വിജയന്റെ ഭരണത്തിലാണ് ഈ തട്ടിപ്പെല്ലാം നടന്നപ്പോൾ പിണറായി വിജയന് ശേഷം VD സതീഷ് അധികാരത്തിൽ വന്നപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അവിടുത്തെ MLA വളരെ ശക്തമായ രൂപത്തിൽ ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. മുൻ മാക്സി MLA-ക്ക് പകരം ഇപ്പൊ ദീപക് ജോയ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വന്നത്. ഇതിന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് MLA ഇടപെടുന്നില്ല എന്നാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ദീപക് ജോയിനെ വിളിച്ചിരുന്നു. അതിന്റെ വിവരങ്ങൾ ഞാൻ പുറത്തുവിടുന്നതാണ്. അല്ല, ഇവരുടെ അമ്മയെയും വിളിച്ചിരുന്നു. അവരുടെ ഈ പറയുന്ന സന്ധ്യമോളുടെ അമ്മയെ വിളിച്ചിരുന്നു. അവരെ അമ്മ സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർ തട്ടിപ്പ് നടത്തുന്നത്. ആ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുന്നതാണ്.